ഒരു വെറൈറ്റി അറബിക് മട്ടൻ മന്തി. അപ്പോൾ നമുക്ക് ആടിനൊക്കെ നല്ലപോലെ വൃത്തിയൊക്കെ കഴുകി ക്ലീൻ ചേർത്ത് നമുക്ക് ഫുൾ ആട് കൊണ്ട് തന്നെ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി കുറച്ച് സാഫ്രോൺ നമുക്ക് പൊടിച്ചെടുക്കണം. നമ്മുടെ മസാലക്കാണത്. കാറ്റത്ത് പോകുന്ന സാധനം. ആകത്ര പൊടിച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സംഗതി നമ്മുടെ മസാല തേച്ചോളാം. തേച്ചോ നന്നായിട്ട് കുറച്ച് ഉപ്പിടല്ലേ ചേച്ചാ? അന്നേ മസാല ചെയ്ത് വിടും കേട്ടാ. നല്ല മസാല കൊടുക്കും. ഓക്കെ, മതില. കുറച്ച് പട്ട, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ജീരകം, കുറച്ച് പച്ചമുളക്, കുറച്ച് പഴുത്ത മുളക്. നാട്ടിലെ പളുക്ക് ഇറക്കല്ലേ. മതില ഇന്ന് എവിടെ പോകില്ല. അമർത്തി പോകും. നമ്മുടെ മന്തിച്ചോറ് നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആട് റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ. ചോറിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചോറുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ചോറിന് ഡീറ്റെയിലായിട്ട് വീഡിയോ ഒന്നുമില്ല. നമുക്ക് കഴിക്കുന്നത് കാണാം. ചോറ് അങ്ങനെ കഴിക്കുന്നത് കാണാം അല്ലേ വെച്ചാൽ. അപ്പോൾ അതിന് 1 മണിക്കൂർ ഇരിക്കണം. അപ്പോഴേ നമ്മുടെ ചോറും ആവും. ഇട്ടായില്ലേ? എന്താ ഓനെ. അപ്പൊ നമ്മളൊരു 3-3.5 മണിക്കൂറായില്ലേ ചോദിച്ചാ. അപ്പൊ എന്തായാലും നമുക്ക് അറിയില്ല കേട്ടാ. നമ്മളെന്തായാലും തുറന്നു നോക്കാൻ പോകണം. ഒന്നിനെ തുറന്നു നോക്കി എന്താ വിവരം എന്നുള്ളത് അറിയാം. തുറക്കണ ഇതൊക്കെ കരിഞ്ഞു പോയി. ഞാൻ കട്ട് ചെയ്ത് പിടിച്ചോ. ഒന്ന് കാണണ്ട വെന്താ. ഓ ആ അതൊക്കെ വെന്ത് കാലൊക്കെ വിട്ട് തുടങ്ങിട്ടാ. കാലൊക്കെ ഉണ്ടാ നമ്മൾ ശരിക്കും ഇപ്പോൾ താഴെ വീഴാനായി. വേവൊക്കെ അടിപൊളിയതാ. എടുക്കാനും പറ്റില്ല. വാ പഞ്ഞു പോലെയായിട്ട് കാണാം. കറക്കാൻ വേണ്ട അതെന്തോ പൊങ്ങി നിൽക്കുന്നുണ്ട്.
മെല്ലെ മെല്ലെ കേട്ടോ. കഴിഞ്ഞു. അടിപൊളി. ഒരു പീസ് ഒരു കാല് ഇല്ലല്ലേ, വീണിട്ടില്ല. ഒരു വാരിയല് വാങ്ങാൻ ചെറുതായിട്ടൊന്ന് പോകണമെന്ന് സംശയം കേട്ടാ. അടിപൊളി. എന്താണ് ഇത്രയും ഭാഗം അതിൽ സൂപ്പായിട്ടുണ്ട്. കണ്ടെടുത്തോളൂ. ഇങ്ങനെ എടുത്ത് ആഹാ അവിടെ എടുക്കട്ടെ. രസം നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്തിരി കൂടി രസം കൂടി എടുക്കണം. അത് ല്ലേ എന്നാ രസം കഴിക്കും. ഫുഡ് കഴിക്കണം. എന്നാ അജിത്തോ പിടിച്ചോ. വലിക്കാന്നല്ല, പതുക്കെ വലിച്ചാൽ തന്നെ വരും. ആ കണ്ടില്ലേ, എൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. കഴിച്ചോ. ഇത് 4 ആൾ കഴിക്കാനേ ഉള്ളൂല്ലേ, പൊളിച്ചു നോക്കുമ്പോഴേ. അപ്പോൾ സംഭവം എന്തായാലും നല്ലോണം വെന്തിട്ടാ. മസാല കുറവാണല്ലേ ആ ഉള്ളതല്ലേ. ആഹാ സംഭവം രക്ഷയില്ല. ഇതില്ലേ ഇവിടെ ചോറൊക്കെ ഉണ്ട് കേട്ടാ. നമ്മൾ ചോറിന് കുറച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറിൽ 2 കോഴി വാങ്ങിയിട്ടു കേട്ടാ. കോഴി എന്നിട്ട് ഇത് നോക്കട്ടാ. കോഴിയും പൊളി. പക്ഷേ ആട് രക്ഷയില്ല. ഇതോ എങ്ങനെയുണ്ട് സംഭവം? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. സംഭവം അടിപൊളിയായിട്ട്. മസാല എത്ര ഉണ്ടായില്ല. ഇതിൽ കൂടെ അറബികളുടെ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കി കേട്ടാ. അവർ കൂടുതൽ മസാല ഒന്നും ഉപയോഗിക്കില്ല. രാജേട്ടൻ പറയുന്നുണ്ട്. രാജേട്ടൻ പിന്നെ അറബി ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ടും രതീഷ് നേരത്തെ അറബി ഫുഡ് കഴിച്ചുള്ളതുകൊണ്ടും ഒരു രക്ഷയില്ല. നീ ചോറിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇത് ഒരു സദ്യയാണ്. ഇത് വേണ്ടവർ ഒഴിച്ച് കഴിച്ചോ. ഒരു രക്ഷയില്ല. ചോറ് ഭയങ്കര സംഭവം. കഴിച്ച് ചോറ് കഴിച്ചു സൂപ്പർ ചോറ്. ഇപ്പം എടുത്ത് കഴിക്കാം. അതിന് ശരി ലക്ഷ്മ അടിപൊളിയായില്ലേ. അപ്പം സംഭവം ഇനി നമ്മൾ 2-3 ആടുണ്ട്. അങ്ങനെ ഇട്ട് എത്ര 8 മണി 7:30 അല്ലേ? 7:30 നമ്മൾ ഓവർഫ്ലോയിൽ നമ്മൾ കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് നേരെ അങ്ങ് കൂടെ അല്ലേ അവർ കൊണ്ട് കൊടുക്കാം. 3 ആട് 35 കിലോ ഉണ്ടാവില്ലേ. മുഴുവൻ കഴിച്ചു തീർക്കണ്ടാ. അത് അപ്പോൾ നമുക്ക് നേരെ ഓർഫണായി വിടാം അല്ലേ. താങ്കളെ ഞങ്ങൾ പാർസലാക്കി വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും. അവർക്ക് സമയമായി. അവർക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാണ്. ബാക്കി അവിടെ വെച്ചാണ്. ആരൊക്കെ വന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ ഫിറോസിക്കല്ലേ നിങ്ങൾക്ക് നല്ല അടിപൊളി ഭക്ഷണം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മക്കളൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഭക്ഷണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സന്തോഷമാണോ? പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. ഫിറോസിക്കൊക്കെ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കരുതലും സ്നേഹവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും വരെ നമ്മുടെ ഓർമ്മയിൽ തന്നെ എപ്പോഴും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയും കൂടെ പരിഗണിക്കുക. അപ്പോൾ ഇവർ മറക്കാതിരിക്കുക. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ താഴത്ത് എഴുതി കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായതൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊന്നും പറയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം.